തലസ്ഥാനത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തി 20 ദിവസം പിന്നിടുമ്പോഴും ട്രോൾ കഥാപാത്രമായി ബ്രിട്ടന്റെ യുദ്ധവിമാനം F-35 കേരള ടൂറിസവും മിൽമയും ഉൾപ്പെടെ പരസ്യ കഥാപാത്രമാക്കി മാറ്റിയ F-35 തലസ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ്. ട്രോളുകൾ കേട്ടും പരിഹാസ കഥാപാത്രമായി ഇനിയും തുടരാൻ വയ്യ എന്നതിനാൽ അറ്റകുറ്റപ്പണി നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35B പൊളിച്ചുകൊണ്ടുപോകുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേ? ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേന്ന്? കൊണ്ടുപോയെങ്കിൽ ഇതെങ്ങനെ ഇവിടെ കിടക്കോ? എത്രയും പെട്ടെന്ന് ഇതിവിടുന്ന് എടുത്തോണ്ട് പോയില്ലെങ്കിൽ സ്ഥലവാടക തരേണ്ടി വരും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വാടക തീരുമാനിക്കും. എത്രാന്ന് തീരുമാനിച്ചറിയിച്ചാൽ മതി, കൊടുത്ത് അയച്ചേക്കാം. ഇത് ഇപ്പൊ കൊണ്ടുപോകും. ദിവസം ചുരുങ്ങിയത് 500 രൂപ വാടക കണക്കാക്കും. എന്താ കുറച്ച് കളഞ്ഞ് 10,000 വെച്ച് തന്നേക്കാം. വാടക തന്നില്ലെങ്കിൽ തിരിച്ച് ഞങ്ങൾ ജപ്തി ചെയ്യും. അത് കാണാം. കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിലേ ഇവിടെ തന്നെ ഒരു കുഴി കുഴിച്ച് സംസ്കരിച്ചേക്ക്. അസ്ഥി നമുക്ക് ഭാരതപ്പുഴ കൊണ്ടുപോയി ഒഴുക്കാം. കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ അതിഥിയായി F-35 എന്ന ബ്രിട്ടന്റെ യുദ്ധവിമാനം എത്തിയത്. അടിയന്തര ലാൻഡിംഗ് നടത്തിയ വിമാനം ദിവസങ്ങളായി ഇവിടെ തുടരുകയാണ്. എത്തി ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചു പോകാനാകാതെ വന്നതോടെ ട്രോൾ മഴ. ആദ്യം സമൂഹ മാധ്യമങ്ങളിലെ ട്രോൾ ഗ്രൂപ്പുകളിൽ പഴയ സിനിമാ ഡയലോഗുകൾ നിറച്ച പരിഹാസപാത്രമായി. പിന്നീട് കേരള ടൂറിസത്തിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ പരസ്യചിത്രമായി. ഒരിക്കലും വിട്ടുപോകാൻ ആഗ്രഹിക്കാത്ത മനോഹര സ്ഥലമെന്ന ക്യാപ്ഷനും. കേരളം അത്രയ്ക്ക് മനോഹരമായ സ്ഥലമാണ്, എനിക്ക് വിട്ടുപോകാൻ താല്പര്യമില്ല എന്ന് കുറിച്ചുകൊണ്ട് F-35 വിമാനം 5 സ്റ്റാർ നൽകി ശുപാർശ ചെയ്യുന്നതാണ് പരസ്യം. തൊട്ടു പിന്നാലെ പലരുടെയും പരസ്യ മോഡലായി F-35. അതേസമയം F-35നെ ഇനിയും സാങ്കേതിക തകരാർ പരിഹരിക്കാനോ തിരികെ ബ്രിട്ടനിലേക്ക് എത്തിക്കാനോ ആയിട്ടില്ല. F-35 പൊളിച്ച് ഓരോ ഭാഗങ്ങളാക്കിയ ശേഷം തിരികെ കൊണ്ടുപോകാനാണ് ബ്രിട്ടന്റെ തീരുമാനം. ഇതിനായി C-17 ഗ്ലോബ് മാസ്റ്റർ എന്ന കൂറ്റൻ വിമാനം എത്തിയേക്കുമെന്നും വിവരമുണ്ട്. F-35 ഓരോ ഭാഗങ്ങളായി അതിസൂക്ഷ്മമായിട്ടായിരിക്കും പൊളിച്ചു മാറ്റുക. യുദ്ധവിമാനം ആയതുകൊണ്ട് തന്നെ രഹസ്യ സ്വഭാവം ഉടനീളം സൂക്ഷിക്കേണ്ടതിനാൽ ഓരോ നീക്കവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും. കൂടാതെ ബ്രിട്ടീഷ് സൈന്യം ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വേണം. F-35 പൊളിച്ചു മാറ്റാൻ നിർമ്മാതാക്കളായ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധർക്കേ കഴിയൂ. അതുകൊണ്ട് തന്നെ പ്രത്യേക പരിശീലനം നേടിയ എഞ്ചിനീയർമാരുടെ സംഘം എത്തിയാലേ പൊളിക്കൽ നടപടികളിലേക്ക് കടക്കൂ. ഉടൻ സംഘം എത്തി ചിറകുകളടക്കം നീക്കം ചെയ്ത ശേഷം യുദ്ധവിമാനം ബ്രിട്ടനിലേക്ക് പോകും. ജനം, തിരുവനന്തപുരം.